VLCയുടെ തേർഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിലും ഞാനൊരു സ്റ്റാർ നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് മെത്തേഡിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 പ്ലസ് എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 4 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് എക്സ് മൈനസ് 2 പ്ലസ് എക്സ് മൈനസ് 4 ബൈ എക്സ് മൈനസ് 5. അങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് ഉണ്ട്. ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടായിരുന്നില്ല. ഓക്കെ, 4 ടേംസ് ഉണ്ട്, 4 ഫ്രാക്ഷൻസ് ആണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് ഉണ്ട്. 2x 3x ഒന്നുമല്ല, എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഡിനോമിനേറ്റർ ടേം, അതായത് ഈ എക്സ് മൈനസ് 3 എന്നൊരു ടേം ന്യൂമറേറ്ററിൽ, അതായത് ഈ എക്സ് മൈനസ് 2വിൻ്റെ അവിടെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, സോ എക്സ് മൈനസ് 2 എന്നതിൽ നിന്ന് എക്സ് മൈനസ് 3യുടെ ടേംസിൽ എക്സ് മൈനസ് 2വിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 3 പ്ലസ് 1 എന്ന് എഴുതാം. മൈനസ് 3 പ്ലസ് 1 ചെയ്യുമ്പോൾ മൈനസ് 2 ആയി പോയിക്കോളും. ഓക്കെ, ആ ഒരു രീതിയിലാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മൈനസ് 3 പ്ലസ് 1 ചെയ്യുമ്പോൾ മൈനസ് 2 ആണ് ആൻസർ കിട്ടുക. സോ എക്സ് മൈനസ് 2 എന്നുള്ളതും എക്സ് മൈനസ് 3 പ്ലസ് 1 എന്നുള്ളതും സെയിം ആയിരിക്കും. ഈ രണ്ട് ടേമും ഒരേ ആൻസർ തന്നെയാണ് നമുക്ക് തരുന്നത്. ക്ലിയർ? അപ്പോൾ എന്താണ്? എക്സ് മൈനസ് 2വിന് പകരം എക്സ് മൈനസ് 3 പ്ലസ് 1 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ എക്സ് മൈനസ് 3 എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഡിനോമിനേറ്ററിലുള്ള എക്സ് മൈനസ് 4 എന്നുള്ള ടേമാണ് അതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ എക്സ് മൈനസ് 3നെ ഇൻ ടേംസ് ഓഫ് എക്സ് മൈനസ് 4 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 4 പ്ലസ് 1 എന്ന് എഴുതാം. മൈനസ് 4 പ്ലസ് 1 ചെയ്യുമ്പോൾ മൈനസ് 3 ആയതുകൊണ്ട്. അതുപോലെ തന്നെ അടുത്ത ടേം എക്സ് മൈനസ് 1ൻ്റെ അകത്ത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? എക്സ് മൈനസ് 2 ഉണ്ടോ എന്ന് നോക്കണം. എക്സ് മൈനസ് 2 ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1നെ എക്സ് മൈനസ് 2 പ്ലസ് 1 എന്ന് പറഞ്ഞ് എഴുതുന്നു. അതുപോലെ അടുത്ത ടേമാണ് എക്സ് മൈനസ് 4നകത്ത് എക്സ് മൈനസ് 5 എന്നുള്ള ടേം, അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റർ എക്സ് മൈനസ് 5 ആണ്. ആ ടേമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എന്ത് കിട്ടും? എക്സ് മൈനസ് 5 പ്ലസ് 1 എന്ന് പറഞ്ഞ് എഴുതും. ഇനി ഇങ്ങനെ ആക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസറിൽ ഈ ഫസ്റ്റ് ടേം നോക്കിയേ, എക്സ് മൈനസ് 3 പ്ലസ് 1 എന്നല്ല എഴുതിയത്. ഈ എക്സ് മൈനസ് 3ക്ക് ഡിനോമിനേറ്ററായിട്ട് എക്സ് മൈനസ് 3 കൊടുക്കുക, പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 കൊടുക്കുക. അതായത് ഈ ഒരു ടേമിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കണം. അതാണ് ഈ കിടക്കുന്നത്. ഓക്കെ, എക്സ് മൈനസ് 3 പ്ലസ് 1 ബൈ എക്സ് മൈനസ് 3 എന്നുള്ളതിൽ ഈ എക്സ് മൈനസ് 3ക്ക് മാത്രമായിട്ട് ഡിനോമിനേറ്റർ കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് ടേം. ദെൻ പ്ലസ് 1 എന്നുള്ളതിന് മാത്രമായിട്ട് ഡിനോമിനേറ്റർ കൊടുക്കുന്നു. അതായത് ഈ ടേമിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ കാണിച്ചിരിക്കുന്നതാണ് അത്. ഓക്കെ, അതുപോലെ ഓരോ ടേമിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് എക്സ് മൈനസ് 4 പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 4 എന്നതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എക്സ് മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 4 പ്ലസ് 1 ബൈ എക്സ് മൈനസ് 4 എന്ന് എഴുതാം. അതായത് ആദ്യമേ കിട്ടിയ എക്സ് മൈനസ് 4 മാത്രമായിട്ടൊരു ടേം, മൈനസ് 1 മാത്രമായിട്ട് അടുത്ത ടേം, ഇങ്ങനെയാണ് നമ്മൾ പ്ലസ് 1 മാത്രമായിട്ട് അടുത്ത ടേം, അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. സോ അതുപോലെ തന്നെ രണ്ടാമത്തെ ടേമിലും എക്സ് മൈനസ് 2വിന് മാത്രമായിട്ട് ഈ എക്സ് മൈനസ് 2 എന്നുള്ള ഡിനോമിനേറ്റർ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ ടേം. അതുപോലെ ഈ 1 എന്ന് പറയുന്ന ആൾക്ക് മാത്രമായിട്ട് ഈ ഡിനോമിനേറ്റർ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് 1 ബൈ എക്സ് മൈനസ് 2 എന്നുള്ള ടേം. സിമിലർലി അടുത്ത ടേമും എക്സ് മൈനസ് 5ന് എക്സ് മൈനസ് 5 എന്നുള്ള ഡിനോമിനേറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ടേം കിട്ടും. അതുപോലെ 1ന് എക്സ് ബൈ മൈനസ് 5 എന്നുള്ള ഡിനോമിനേറ്റർ കൊടുക്കുമ്പോൾ ഈ ടേം കിട്ടും. സോ ഇങ്ങനെ നമ്മൾ ടേംസിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ വന്ന കുറച്ച് ടേംസ് ഉണ്ട്. എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 3, എക്സ് മൈനസ് 4 ബൈ എക്സ് മൈനസ് 4, എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 2, എക്സ് മൈനസ് 5 ബൈ എക്സ് മൈനസ് 5. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ടേംസ് എല്ലാം തന്നെ 1 ആയി പോകും. സെയിം ടേം അല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ക്യാൻസലായി പോയിട്ട് എല്ലാം 1 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാം 1 എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ, 4 1s ആണ് കിട്ടുന്നത്. സോ റൈറ്റ് സൈഡിൽ 2 എണ്ണം, ലെഫ്റ്റ് സൈഡിൽ 2 എണ്ണം. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് സബ്ട്രാക്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അതായത് ഇവിടെയുള്ള പ്ലസ് 1നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും മൈനസ് 1 ആകും. ഈ 1നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും മൈനസ് 1 ആകും. റൈറ്റ് സൈഡിലുള്ള പ്ലസ് 1കളുമായിട്ട് ക്യാൻസലായി പോയി അത് 0 എന്ന് കിട്ടിക്കോളും. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഈ 1 ഒഴികെയുള്ള ബാക്കിയുള്ള ടേംസ് മാത്രമായിട്ട് നമ്മുടെ ഈ ആൻസറിൽ റിമൈൻ ചെയ്യും. അതാണ് ഈ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ആ പ്ലസ് 1 എന്നുള്ള ടേംസ് എല്ലാം ക്യാൻസലായിപ്പോയി റിമൈനിങ് ടേംസ് മാത്രമേ ഉള്ളൂ.
സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് തൊട്ട് മുന്നേ ചെയ്ത ടൈപ്പ് പ്രോബ്ലംസിൻ്റെ പാറ്റേണിലുള്ള ഒരു ടേമാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്താൽ മതി, 4 ഡിനോമിനേറ്റേഴ്സ് മാത്രമാണുള്ളത്. സോ ഇവിടെ നമ്മൾ d1 + d2 ഫസ്റ്റ് 2 ഡിനോമിനേറ്റേഴ്സ് സം ചെയ്യുക. ആരാണ് d1 x - 3 ആണ്, d2 എന്ന് പറയുന്നത് x - 4. ഇവരെ തമ്മിൽ സം ചെയ്യുമ്പോൾ 2x - 7 കിട്ടും. ഇനി d3 + d4 ചെയ്യുക. d3 എന്ന് പറയുന്നത് x - 2 ആണ്, d4 എന്ന് പറയുന്നത് x - 5 ആണ്. ഇവരെ തമ്മിൽ സം ചെയ്യുമ്പോഴും 2x + 7 തന്നെയാണ് കിട്ടുന്നത്. സോ രണ്ടും ഒരേ സെയിം സം കിട്ടുന്നത് കൊണ്ട് 2x - 7 = 0 എന്ന് കൊടുക്കുക. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്, എന്നാലും പാർട്ട് ബിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സി പാർട്ടിലും ചോദിച്ചേക്കാം. അത് പക്ഷേ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെന്നില്ല, 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചേക്കാം. സോ സ്കിപ്പ് ചെയ്യേണ്ട, അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മെത്തേഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ അതേ പാറ്റേണിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കുക, x - x by x - 2 plus x - 9 by x - 7 x plus 1 by x - 1 plus x - 8 by x - 6. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിയാൽ, ഫസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റർ ആരാണ്, x - 2 ആണ്. സോ ന്യൂമറേറ്ററിലും ഒരു x - 2 നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ന്യൂമറേറ്ററിൽ ഒരു x - 2 എഴുതുകയാണ്. ശരിക്കും ഇവിടെ അങ്ങനെ ഒരു ടേം ഉണ്ടായിരുന്നില്ല, അതിനെ കളയാൻ വേണ്ടി ഒരു +2 കൂടെ കൊടുത്തു. അപ്പോൾ നോക്കിയേ, ഈ ടേം x - 2 + 1 ചെയ്യുമ്പോൾ x - 2 + 2 ചെയ്താൽ 2ഉം -2ഉം കൂടെ ക്യാൻസൽ ആയപ്പോയിട്ട് നമുക്ക് x എന്ന് തന്നെ കിട്ടുള്ളൂ. ഓക്കെ, സോ സെയിം ആൻസർ ആണ്, അതുകൊണ്ട് അങ്ങനെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ ടേം നോക്കുക. രണ്ടാമത്തെ ടേം എന്താണ്, x - 9 by x - 7. സോ ന്യൂമറേറ്ററിൽ x - 7 ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ന്യൂമറേറ്ററിൽ ഒരു x - 7 എഴുതുക. മിച്ചം എന്ത് വേണമെന്ന് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ x - 9 എന്നാണ് കിടന്നിരുന്നത്. -7 കൊടുത്ത് എന്ത് കൂടെ ചേർന്നാൽ -9 ആവും, ഒരു -2ഉം കൂടെ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത ടേം നോക്കുക. അടുത്ത ടേം എന്താണ്, ന്യൂമറേറ്റർ x - 1 ആണ്. സോ ന്യൂമറേറ്ററിലും ഒരു x - 1 നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ശരിക്കും ന്യൂമറേറ്റർ എന്തായിരുന്നു, x + 1 ആയിരുന്നു. സോ x + 1 ആകാൻ വേണ്ടി x - 1ൻ്റെ കൂടെ, ഈ x - 1ൻ്റെ കൂടെ ആര് വേണം, ഒരു +2ഉം കൂടെ വേണം. സോ ഇത് x - 1 + 2 എന്നാകും, എന്നാലേ അത് x + 1 ആകുള്ളൂ. അതുപോലെ അടുത്ത ടേം x - 8 by x - 6 ആണ്. സോ x - 6 എന്നൊരു ടേമാണ് നമുക്ക് ന്യൂമറേറ്ററിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. സോ x - 6 നമ്മൾ ആദ്യമേ എഴുതി. ഈ x - 6 എന്താവണം, x - 8 എന്നുള്ളൊരു ടേം ആകണം. അത് -8 ആകാൻ വേണ്ടി, x - 8 ആകാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്തു, ഒരു -2ഉം കൂടെ കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അതായത് ഏത് ടേമാണ്, ഈ x - 2ന് x - 2 ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുന്ന ടേമാണ് ഇവിടെ 1 എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ആ ഒരു സ്റ്റെപ്പ് ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ x - 7 ഡിവൈഡ് ബൈ x - 7 ചെയ്യുമ്പോൾ ഉള്ളതാണ് ഈ 1. ഇവിടെ x - 1 ഡിവൈഡ് ബൈ x - 1 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ 1. അങ്ങനെ ഓരോ വണ്ണുകളും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റിമൈനിങ് ആയിട്ടുള്ള ടേംസ്, അതായത് 2 by x - 2 എന്നുള്ള ടേമാണ് ഈ തന്നിരിക്കുന്നത്, -2 by x - 7 എന്നുള്ള ടേമാണിത്. സോ ആ റിമൈനിങ് ടേംസ് മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഞാനത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ കോൾ ചെയ്യുമോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ദെൻ നമുക്ക് റിമൈനിങ് ആയിട്ട് കിട്ടുന്ന ഈ പറയുന്ന വണ്ണുകൾ, 4 വൺസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, റൈറ്റ് സൈഡിലും 2 വണ്ണുകളാണ് കിട്ടുന്നത്. സോ ഇത് ഈ 4 വൺസും കൂടി ഈക്വൽറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയതുകൊണ്ട് ക്യാൻസലായി പോയിക്കോളും. റിമൈനിങ് ടേംസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നോക്കുക. 2 by x - 2 - 2 by x - 7 = 2 by x - 1 - 2 by x - 6 എന്നാണ് കിട്ടുക. ഫ്രാക്ഷൻസ് ആണ്, ന്യൂമറേറ്റേഴ്സ് ഒരുപോലെയാണ് വരുന്നത്. 4 ടേംസ് ഉണ്ട്. പക്ഷേ ഇവിടെ മൈനസ് ആണ് ഇടയിൽ വന്നിരിക്കുന്നത് അല്ലേ. മൈനസ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് അത്ര യൂസ്ഡ് അല്ല. പ്ലസ് വന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ മൈനസ് വരുന്ന ടേംസിനെ =ൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. അതുപോലെ റൈറ്റ് സൈഡിൽ മൈനസ് വരുന്ന ആർക്കാണ്, -2 by x - 6 ആണ്. ആ ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റെപ്പാണ് അടുത്ത സ്റ്റെപ്പായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള നെഗറ്റീവ് ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലുള്ള നെഗറ്റീവ് ടേമിനെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകുമ്പോൾ നമുക്കെല്ലാം പോസിറ്റീവ് സൈൻസ് ആയിട്ടുള്ള ഒരു ഇക്വേഷനായിട്ട് മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ്, നമുക്ക് 4 ഡിനോമിനേറ്റേഴ്സ് അല്ലേ ഉള്ളത്. നമുക്ക് d1 d2 d3 എന്ന് പറഞ്ഞാൽ d3 and d4 എന്ന് പറഞ്ഞാൽ 4 ഡിനോമിനേറ്റേഴ്സ് ഉണ്ട്. x - 2 ആണ് d1, x - 6 d2, x - 1 ആണ് d3, x - 7 ആണ് d4. സോ ഈ പറയുന്ന ഡിനോമിനേറ്റേഴ്സ് എടുത്തിട്ട് സം ചെയ്ത് നോക്കുന്നു.
D1 പ്ലസ് D2 ചെയ്താലും D3 പ്ലസ് D4 ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെ, അതായത് 2x പ്ലസ് 8 തന്നെയാണ് കിട്ടുക. 2x മൈനസ് 8 തന്നെയാണ് കിട്ടുക. നമുക്കൊന്ന് നോക്കാം എന്തായിരുന്നു അതെന്ന് നോക്കാം. ഓക്കെ, D1 എന്തായിരുന്നു? എക്സ് മൈനസ് 2 ആയിരുന്നല്ലോ. എക്സ് മൈനസ് 2 പ്ലസ് എക്സ് മൈനസ് 6 ചെയ്യുക, എന്താ വരിക? 2x. എക്സും എക്സും കൂടി ചേരുമ്പോൾ 2x ആണ്. -2ഉം -6ഉം കൂടി ചേരുമ്പോൾ -8 എന്ന് വരും. സോ 2x മൈനസ് 8 ആണ്. ഇവിടെ നോക്കുക, എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 7ഉം ആണ്. എക്സും എക്സും കൂടി ചേരുമ്പോൾ 2x ആണ്. -1ഉം -7ഉം കൂടി ചേർന്നാൽ -8 ആണ്. സോ രണ്ടിൻ്റെ സമ്മ് നമുക്ക് കിട്ടുന്നത് 2x മൈനസ് 8 ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമുലയാണ്. അതിൽ നിന്ന് 2x ഈക്വൽ ടു 8 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 4 ആണെന്ന് കിട്ടും. ക്ലിയർ? അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. ഈ ക്വസ്റ്റ്യനും സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് ഞാൻ കുറേ അധികം സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് പ്രോബ്ലംസ് യൂസ്ഡ് ആവുക വഴി നമ്പർ ഓഫ് സ്റ്റെപ്സ് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. സോ എല്ലാ ക്വസ്റ്റ്യനിലും ഒരുപാട് സ്റ്റെപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുക, 2x മൈനസ് 3 ആണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ആരാണ്? എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ നമ്മൾ ഈ ന്യൂമറേറ്ററിൽ ഒരു എക്സ് മൈനസ് 2 ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, എക്സ് മൈനസ് 2 ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് റിമൈനിങ് ആയിട്ട് വരുന്ന ടേംസ് ആരൊക്കെയാണെന്ന് നോക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സിൻ്റെ കോയഫിഷ്യൻസ്, അതായത് സ്റ്റെപ്പ് കുറച്ച് എങ്ങനെ പ്രോബ്ലം ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത 2-3 പ്രോബ്ലംസിന് കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. ഇവിടെ നോക്കുക, എക്സിൻ്റെ എല്ലായിടത്തും കോയഫിഷ്യൻസ് ഒരുപോലെയാണോ? അല്ല. ഇവിടെ ഒരു 2x വരുന്നുണ്ട്. ഡിനോമിനേറ്ററിൽ വെറും x ആണ്. അടുത്ത ടേമിൽ 3x ഉണ്ട്. ഡിനോമിനേറ്ററിൽ വെറും x ആണ്. മറ്റേത് x ആണ്. നാലാമത്തെ ടേമിൽ ഒരു 4x ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എക്സിൻ്റെ കോയഫിഷ്യൻസിൻ്റെ റേഷ്യോ നോക്കുക. ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻ 2 ആണ്, താഴെ 1 ആണ്. സോ 2/1. ഈ പ്ലസ് ആണ്, നടുക്കുള്ള പ്ലസ് ഇവിടുത്തെ എക്സിൻ്റെ കോഷ്യൻ 3 ആണ്, താഴെ 1 ആണ്. സോ 3/1 എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുക്കുന്നു. 2/1 പ്ലസ് 3/1 ചെയ്യാണ്. അതായത് ഈ ടേംസ് ആണ്, ഈ 2ഉം ഇവിടുത്തെ എക്സും. അത് ഇവിടെ 3x, ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെ 4x, ഇവിടെ എക്സ്. സോ എക്സിൻ്റെ കോയഫിഷ്യൻസ് മാത്രം നോക്കിയാൽ നമ്മൾ അതാത് നമ്പേഴ്സിൻ്റെ ഒരു റേഷ്യോ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ടേം 2/1 എന്ന് പറഞ്ഞാണ് നിൽക്കുക. അടുത്തത് 3/1 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരിക? എക്സിൻ്റെ കോയഫിഷ്യൻസ് എന്തൊക്കെയാണ്? ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് 1 ആണ്. സോ നമ്മളിവിടെ 1/1 എന്ന് കൊടുക്കുന്നു. ലാസ്റ്റ് ടേമിലോ ഇവിടെ 4 ആണ് എക്സിൻ്റെ കൂടെ നമ്പർ, ഇവിടെ എക്സിൻ്റെ കൂടെ 1 ആണ്. സോ അത് നമ്മൾ 4/1 എന്ന് കൊടുക്കുന്നു. 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 3/1 എന്ന് പറഞ്ഞാൽ 3 ആണ്. എനി നമ്പർ ബൈ 1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ശരിയല്ലേ? നോക്കുക, 2 + 3 ചെയ്യുമ്പോഴും 4 + 1 ചെയ്യുമ്പോഴും 2 + 3 ചെയ്താലും 4 + 1 ചെയ്താലും സെയിം ആണ്. ഇങ്ങനത്തെ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? ഡിനോമിനേറ്റേഴ്സിൻ്റെ സമ്മ് കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. കൂടുതൽ സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. D1 + D2, D1 എന്ന് പറയുന്ന ആരാണ്? എക്സ് മൈനസ് 2, D2 എന്ന് പറയുന്നത് എക്സ് മൈനസ് 7. അവരുടെ സമ്മും എക്സ് മൈനസ് 4 ആൻഡ് എക്സ് മൈനസ് 5, അതാണ് D3 ആൻഡ് D4. അവരുടെ സമ്മും സെയിം ആണോ എന്ന് നോക്കുക. സോ അവരുടെ രണ്ടുപേരുടെയും സം എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2x മൈനസ് 9 തന്നെയാണ് കിട്ടുന്നത്. അത് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുക. സോ എക്സിൻ്റെ വാല്യൂ അതിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്ത് ചെയ്യാം. ഇതേ പാറ്റേണിൽ ചെയ്യുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നത്. 3x/8 divided by x minus 3 plus 4x plus 35 divided by x minus 9 is equal to 2x minus 9 divided by x minus 5 plus 5x minus 34 by x minus 7. സോ ഇവിടെ 35, 34 പോലുള്ള വലിയ വലിയ നമ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് നോക്കിയാൽ മതി? എക്സിൻ്റെ കോയഫിഷ്യൻസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ നോക്കുക, ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻസ് ആയിട്ട് ആരൊക്കെയാണ് വരിക? 3ഉം 1ഉം ആണ്. ഇവിടെയാണെങ്കിലോ 4ഉം 1ഉം. ഇവിടെയാണെങ്കിലോ മുകളിൽ 2, താഴെ 1. ഇവിടെയോ 5ഉം 1ഉമാണ് അല്ലേ? സോ അതിൻ്റെ റേഷ്യോ നമ്മൾ നോക്കുക. അതാ സൈഡിൽ ഞാനിവിടെ റേഷ്യോ നോക്കിയിട്ടുണ്ട്. ആദ്യത്തത് 3/1, അടുത്തത് 4/1. കൂട്ടുമ്പോൾ എന്താ വരിക? 3 + 4 7 എന്നാണ് വരിക. റൈറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരിക? 2/1 ആൻഡ് 5/1. അത് കൂട്ടുമ്പോഴും 7 എന്നാണ് കിട്ടുക. സോ ഈക്വൽ അല്ലേ? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനായിട്ട് D1 + D2 is equal to D3 + D4 ആണോ എന്ന് നോക്കുക. ആണല്ലോ, അങ്ങനെയുമാണ്. അപ്പോൾ നമുക്ക് ആ സം is equal to 0 എന്ന് എഴുതിയാൽ മതി. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 6 ആണെന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടും.
ഓക്കെ, സോ ഈ ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ അടുത്തൊരു പാറ്റേൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഞാനിവിടെ സ്റ്റാർ നൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. സോ അടുത്ത മെത്തേഡിൽ അല്ലെങ്കിൽ അടുത്തൊരു ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് മൈനസ് 2a ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 2b ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്നാണെങ്കിൽ, ആ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക, എക്സ് കണ്ടുപിടിക്കാനായിട്ട് എ പ്ലസ് ബി എന്ന് ചെയ്താൽ മതിയാകും. ഇക്വേഷനായിട്ട് കാണുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, അത്രയ്ക്കൊന്നുമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എക്സ് മൈനസ് 3 the whole cube plus x minus 9 the whole cube is equal to 2 into x minus 6 the whole cube എന്നാണ് വരിക. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഈ പാറ്റേണിലാണോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാ ടേംസും എക്സ് മൈനസ് എന്നുള്ള രീതിയിലാണോ നിൽക്കുന്നതെന്ന് നോക്കുക. അതായത് എക്സിൻ്റെ കൂട്ടത്തിലൊരു 2x 3x ഒന്നും വരാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സ് മൈനസ് എന്നാണോ നിൽക്കുന്നതെന്ന് നോക്കണം. ദെൻ മൈനസ് വരാം, പ്ലസ്സും വരാം കേട്ടോ, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ നോക്കേണ്ടത് പവേഴ്സ് എല്ലാം 3 ആണോ എന്ന് നോക്കണം. പിന്നെ നോക്കേണ്ടത് റൈറ്റ് സൈഡിൽ ഒരു 2 എന്ന് പറയുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ള ഫോർമുലയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ എയും ബിയും ഒക്കെ ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ക്യൂബും 2ഉം ഒക്കെ വരുന്ന ഒരു ഇക്വേഷൻ തന്നാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യമേ 3 ക്യൂബ് ഉണ്ടോ എന്ന് നോക്കണം, പിന്നെ 2 ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. സോ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, അതായത് ഈ പാറ്റേണിൽ തന്നെയാണോ ഈ ക്വസ്റ്റ്യൻ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടുത്തെ ടേം നോക്കുക, എക്സ് മൈനസ് 6 എന്നല്ലേ നിൽക്കുക. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സ് നോക്കുക, 9 and 3 ആണ്. 9ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 12 ആണ് കിട്ടുക, അല്ലേ? ആ 12ൻ്റെ പകുതിയാണോ റൈറ്റ് സൈഡിലുള്ളതെന്ന് നോക്കുക. 6 എന്ന് പറയുന്ന 12ൻ്റെ പകുതിയല്ലേ? അത് കറക്റ്റാണ്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള ഈ 6 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതേ പാറ്റേണിലുള്ള അനദർ ക്വസ്റ്റ്യൻ ആണ് എക്സ് മൈനസ് 149 the whole cube plus x minus 51 the whole cube is equal to 2 into x minus 100 the whole cube. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എല്ലാം ക്യൂബാണ്. റൈറ്റ് സൈഡിലൊരു 2 എന്ന് പറയുന്ന നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പാറ്റേണിലാണ് നോക്കേണ്ടത്. എന്ത് നോക്കണം? ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് 149ഉം 51ഉം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 149ഉം 51ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 200 ആണ് കിട്ടുക. 200ൻ്റെ പകുതി എത്രയാണ്? 100 ആണ്. ആ നമ്പർ തന്നെയാണോ റൈറ്റ് സൈഡിലുള്ളതെന്ന് നോക്കുക. അതെയല്ലോ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന റൈറ്റ് സൈഡിൽ ഏത് നമ്പറാണോ തന്നിരിക്കുന്നത് ആ നമ്പർ തന്നെയായിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനായിട്ട് സ്റ്റെപ്സ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കുക എന്നുള്ളൊരൊറ്റ കാര്യമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അധികം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അധികം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു 1-2 ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ തന്നിട്ടുള്ളൂ. സോ അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് വിടാം. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടേംസ് എന്താണ്? എക്സ് മൈനസ് 249 the whole cube പ്ലസ് എക്സ് പ്ലസ് 247 the whole cube is equal to 2 into x minus 1 the whole cube. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സെക്കൻഡ് ടേമിൽ പ്ലസ് ആണ് വന്നിരിക്കുന്നത്, മൈനസ് അല്ല. ഓക്കെ, അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് ഈ 247 എന്നുള്ള നമ്പർ മൈനസ് 247 ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ ഫോർമുല എഴുതിയത് ഇതാ നോക്കുക. ഫോർമുലയിൽ എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ഫോർമുല, അല്ലേ? ഈ ഫോർമുലയിലെല്ലാം മൈനസ് സൈനാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു പ്ലസ് വന്നിരിക്കുകയാണ്, അല്ലേ? ഇവിടെ ഒരു പ്ലസ് ആണ്, ഈ ടേമിൽ പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പറിനെ 247 എടുക്കുന്നതിന് പകരം മൈനസ് 247 എടുക്കണം. കാരണം എന്താണ്? ഈ പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 മൈനസ് അടുത്ത് വന്നത് കൊണ്ടാണത് പ്ലസ് ആയിപ്പോയത്. അപ്പോൾ എക്സ് മൈനസ് 247 എന്നാണ് അത് നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ നമ്പർ മൈനസ് 247 ആണെന്ന് ഓർക്കുക. ഓക്കെ, നമ്മളിനി ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഏതാണ്? ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന നമ്പർ 249, റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന നമ്പർ മൈനസ് 247 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 249 പ്ലസ് മൈനസ് 247 ആണ് ചെയ്യുന്നത്.
അത് 249 മൈനസ് 247 ചെയ്യുന്ന അതേ എഫക്റ്റാണ്. ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 എന്നുള്ള നമ്പറാണ് കിട്ടുന്നത്. ആ 2ൻ്റെ പകുതിയല്ലേ റൈറ്റ് സൈഡിലുള്ള ഈ 1 എന്ന് പറയുന്ന നമ്പർ? അതെ. അപ്പോൾ ആൻസർ 1 ആണ്. മനസ്സിലായല്ലോ? ഇക്വേഷനിൽ നെഗറ്റീവാണ് കിടക്കുന്നത് എങ്കിൽ ആ നമ്പർ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇക്വേഷനിൽ ക്വസ്റ്റ്യനിൽ പ്ലസ് ആണ് കിടക്കുന്നതെങ്കിൽ ആ നമ്പർ മാത്രം എടുത്താൽ പോരാ, ഫ്രണ്ടിലൊരു മൈനസ് സൈനും കൂടി ഇട്ട് വേണം എടുക്കാൻ. കാരണം നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈനിലുള്ള ഇക്വേഷനാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫോർമുലാസ് ഡിറൈവ് ചെയ്യുന്നത്. ഇനി അതുപോലെ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ടേംസ് ഓഫ് എ ബി സിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് എ പ്ലസ് ബി മൈനസ് സി ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് ബി പ്ലസ് സി മൈനസ് എ ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. ഇവിടെയും പ്ലസും മൈനസും ഒക്കെ മാറിയും മറിഞ്ഞും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ ടേമിൻ്റെ കൂട്ടത്തിൽ എന്താ വരിക? ഫസ്റ്റ് ടേമിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഈ പ്ലസ് വരുന്നിടത്തൊക്കെ നമ്മൾ മൈനസ് എന്നിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഒരു മൈനസ് ആക്കി കൊടുക്കുക. ഈ പ്ലസ് വന്നൊക്കെ മൈനസ് ആക്കുമ്പോൾ എങ്ങനെയാണ് വരിക? ഈ പ്ലസ് എന്നുള്ളത് മൈനസ് മൈനസ് എ എന്നല്ലേ വരിക? പ്ലസ് എന്നുള്ളത് എക്സ് മൈനസ് മൈനസ് എ എന്നാണ് കിടക്കുന്നത്. അതുപോലെ പ്ലസ് ബി എന്നുള്ളതും മൈനസ് മൈനസ് ബി എന്നാണ് നിൽക്കുന്നത്. മൈനസ് സി അങ്ങനെ തന്നെയാണ് നിൽക്കുക. ദെൻ ഈ പ്ലസ്സും മൈനസ് മൈനസ് ബി എന്നാണ് നിൽക്കുക. ഈ പ്ലസ്സും മൈനസ് മൈനസ് സി എന്നാണ് നിൽക്കുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലൊരു പ്ലസ് ഉണ്ടല്ലോ, അതും 2 മൈനസ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോക്കിയേ, നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സിനെ തമ്മിലാണ് കൂട്ടേണ്ടത്. ആരെയൊക്കെ തമ്മിലാണ് കൂട്ടേണ്ടത്? ഫസ്റ്റ് ടേം എന്താണ്? മൈനസ് എ, പിന്നെന്ത് കൂട്ടണം? ഒരു മൈനസ് ബി കൂട്ടണം, പിന്നെ സീനെ കൂട്ടണം. ഓക്കെ, പിന്നെ ഏതാണ് അടുത്ത ടേം? മൈനസ് ബി, അടുത്തത് മൈനസ് സി, പിന്നെ എനെയാണ് കൂട്ടേണ്ടത്. മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ മൈനസ് ആണെങ്കിൽ ആ നമ്പറിനെ അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി. ക്വസ്റ്റ്യനിൽ പ്ലസ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്ത് വേണം നോക്കാൻ. അപ്പോൾ നോക്കി, ഇതിനെ തമ്മിലൊന്ന് ആഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. മൈനസ് എയും മൈനസ് ബിയും സിയും കൂട്ടുക, പ്ലസ് മൈനസ് ബി മൈനസ് സി പ്ലസ് എ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ തന്നിരിക്കുന്നത് പ്ലസ് എയും ഇത് പ്ലസ് എയും ഇത് മൈനസ് എയുമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അതായത് ഇവിടെ നമ്മൾ എടുക്കുന്നത് പ്ലസ് എ എന്ന് പറയുന്നൊരു നമ്പറാണ്. ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് പ്ലസ് എ എന്ന് പറയുന്ന നമ്പറാണ്. ഈ പ്ലസ് എയും ഇവിടെ ഒരു മൈനസ് എ ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 0 ആയി പോയിക്കോളും. അതുപോലെ ഇവിടെ ഒരു മൈനസ് സി ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് സി ഉണ്ട്. അത് രണ്ടും കൂടെ ചെയ്ത് 0 ആയിട്ട് പോയിക്കോളും. പിന്നെ റിമൈൻ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഈ പറയുന്ന ഒരു മൈനസ് ബിയും ഇവിടെ ഒരു മൈനസ് ബി ഉണ്ട്. 2 മൈനസ് ബികളാണ് റിമൈൻ ചെയ്യുന്നത്. അതിനെ തമ്മിൽ കൂട്ടിയാൽ എന്ത് വരും? -2b എന്നാണ് വരിക. -2bയുടെ പകുതിയാണോ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന നമ്പർ എന്ന് നോക്കുക. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന നമ്പർ ഏതാണ്? -b ആണ് നിൽക്കുന്നത്. -2bയുടെ പകുതിയല്ലേ -b? പകുതിയാണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? -2b ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 2ഉം 2ഉം കട്ടായി പോയിട്ട് -b എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? -b തന്നെയാണ് ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡായി തോന്നുമായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ നിർത്തി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിൽ പല പ്രാവശ്യം കേട്ട് നോക്കുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എന്താ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. സോ അനദർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ? എക്സ് പ്ലസ് 3 ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 5 ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 7. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം? ഇവിടെ നോക്കേണ്ടത് 2 ന്യൂമറേറ്റേഴ്സ്. ഇതാണ് നമ്മുടെ n1 എന്ന് പറയുന്നത് ആദ്യത്തെ ന്യൂമറേറ്റർ. ഇതാണ് n2 രണ്ടാമത്തെ ന്യൂമറേറ്റർ. ദെൻ n3 d1 എന്ന് പറയുന്നതാണ് എക്സ് പ്ലസ് 5 എന്ന് പറയുന്ന ടേം. അടുത്ത ഡിനോമിനേറ്റർ എന്താണ്? എക്സ് പ്ലസ് 7 എന്നുള്ളതാണ് സെക്കൻഡ് ഡിനോമിനേറ്റർ. പവേഴ്സ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ആ ടേംസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് n1 പ്ലസ് d1 ചെയ്യുക. n1 പ്ലസ് d1, അതായത് ഈ 2 ടേംസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 5 ചെയ്യുന്നു. അതുപോലെ
റൈറ്റ് സൈഡിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ആഡ് ചെയ്യുക. എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 7ഉം കൂടി ഒന്ന് ആഡ് ചെയ്യുക. അത് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് n2 + d2 ചെയ്തിരിക്കുന്നത്. അത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് സെയിം ആൻസേഴ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2x + 8 തന്നെയാണ് രണ്ട് സ്ഥലത്തും കിട്ടുന്നത്. സോ സമ്മ് സെയിം അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ സമ്മ് =0 എന്നിട്ട് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില ക്വസ്റ്റ്യൻസിൽ d1 + d2 ആണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഡിനോമിനേറ്റേഴ്സ് തമ്മിലുള്ള സമ്മാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അത് n1 + d1 കറക്റ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക, എല്ലാം കൂടെ തിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇതും ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അനദർ മെത്തേഡാണ്. ഇത് എയും ബിയും ഒക്കെ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്യൂബ് നോക്കിയേ, ക്യൂബ് ഒരു ടേമിലെ ക്യൂബുള്ളൂ. അപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കുന്നത് n1 + d1 തന്നെയാണ്. അതായത് തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇതാ നോക്കിയേ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ടേമിലും ക്യൂബ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ടേമിൽ മാത്രമേ ക്യൂബുള്ളൂ. എന്നാൽ പോലും ആൻസർ ചെയ്യേണ്ട മെത്തേഡ് സിമിലറാണ്. ഇവിടെയും നമ്മൾ ചെക്ക് ചെയ്യുന്നത് n1 + d1ഉം n2 + d2ഉം കറക്റ്റ് ആണോ എന്നാണ്. n1 + d1 എന്ന് പറഞ്ഞാൽ എന്താണ്? x + a + d + x + a + 2d ചെയ്യുക. അതാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. സം ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കുക. ഇനി അടുത്ത എന്താണ്? n2 + d2 ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? x + a + x + a + 3d ചെയ്യുക. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. 2x + 2a + 3d 2x + 2a + 3d എന്ന് തന്നെയാണ് രണ്ട് കേസിലും കിട്ടുന്നത്. ഒരേ സം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ദാറ്റ് സം =0 എന്ന് എഴുതി കൊടുക്കുക. സോ 2xനെ മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തി ബാക്കി എല്ലാ ടേംസിനെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -2a - 3d എന്ന് വരും. ലെഫ്റ്റ് സൈഡിലെ 2നെയും കൂടി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ÷ 2 എന്നാകും. സോ ഫൈനൽ ആൻസർ 1/2 × -2a - 3d എന്ന ആൻസർ കിട്ടും. സോ നമ്പേഴ്സ് ഉപയോഗിച്ച് മാത്രമല്ല, ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണമെങ്കിൽ ആ മെത്തേഡ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ദെൻ അതേ പാറ്റേണിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. x - 5 whole cube / x - 7 the whole cube is equal to x - 3 / x - 9. ഇവിടെ നമ്മൾ n1 + d1 ആൻഡ് n2 + d2 കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്ത് ചെയ്യണം? x - 5ഉം x - 7ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 2x. എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x, -5ഉം -7ഉം കൂടെ കൂട്ടുമ്പോൾ -12. ഇനി റൈറ്റ് സൈഡ് നോക്കിയാൽ എക്സും എക്സും കൂടെ കൂട്ടിയാൽ 2x, -3ഉം -9ഉം കൂടെ കൂട്ടിയാലും -12. സോ രണ്ടും സം സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ആ സമ്മ്, അതായത് 2x - 12 = 0 ആണെന്ന് എഴുതാം. അതിൽ നിന്ന് x = 6 എന്ന് കിട്ടും. സിമിലർ പാറ്റേണിലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. x - a the whole cube / x + b is equal to x - 2a - b / x + a + 2b. സമ്മ് നോക്കുക. ലെഫ്റ്റ് സൈഡിലെ ടേംസ് ആരൊക്കെയാണ്? x - aയും x + b ആണ്. എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x എന്ന് കിട്ടും. അതാണ് ഇവിടെ 2x എഴുതിയിരിക്കുന്നത്. -aയും + bയും കൂടെ കൂട്ടുമ്പോൾ -a + b അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡ് നോക്കുക. റൈറ്റ് സൈഡിലെ ടേംസ് ആരൊക്കെയാണ്? എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ ഈ രണ്ട് എക്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 2x എന്ന് കിട്ടും. ദെൻ -aയും താഴത്തെ ഒരു +a ഉണ്ട്, മുകളിലൊരു -2aയും താഴെ ഒരു +aയും ഉണ്ട്. തമ്മിൽ കൂട്ടുമ്പോൾ -a എന്നാകും. മുകളിലൊരു -b താഴെ ഒരു 2b ഉണ്ട്. അത് തമ്മിൽ കൂട്ടുമ്പോൾ +b എന്നാകും. ഓക്കെ, എങ്ങനെ ചെയ്താലും നമുക്ക് ഫൈനൽ ആൻസറായിട്ട് എന്താ കിട്ടുക? 2x + b - a എന്ന് തന്നെയാണ് കിട്ടുക. വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ a - b/2 ആണെന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യനും ഞാൻ സ്റ്റാർ ഇട്ടാണ് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് അനദർ മെത്തേഡ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇവിടെ 4 ടേംസ് ആണ് വരുന്നത്. ഓക്കെ, ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 4 ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ 4 ഫാക്ടേഴ്സ് വരുന്ന പോലത്തെ, ഫ്രാക്ഷൻസ് അല്ല, 4 ഫാക്ടേഴ്സ് വരുന്ന പോലത്തെ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. x + a അല്ലെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് ഫോമുലയാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. x + a × x + b × x + c × x + d is equal to x + e × x + f × x + g × x + h ഇങ്ങനെയാണ് തരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലെ നമ്പേഴ്സ്
എ ബി സി ഡി പോലുള്ള നമ്പേഴ്സ്, ഇത് 4 കൂടെ കൂട്ടുക. റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് ഇ എഫ് ജി എച്ച്, ഈ 4 നമ്പേഴ്സും കൂട്ടുക. ഇത് രണ്ടും കൂട്ടുമ്പോൾ സെയിം നമ്പറാണോ കിട്ടുന്നതെന്ന് നോക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 4x പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0 എന്നങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അതായത് ഒരു സൈഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഈ സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ എലമെൻസിൻ്റെ കൂടി സമ്മാണ് എക്സ് പ്ലസ് എക്സ് ചെയ്യുമ്പോൾ 2x പ്ലസ് എക്സ് ചെയ്യുമ്പോൾ 3x പ്ലസ് എക്സ് ചെയ്യുമ്പോൾ 4x. ആ 4x ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദെൻ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി, അതായത് ഈക്വൽ ടുൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ടേംസിൻ്റെയും കൂടെ സമ്മാണ് എടുത്തിരിക്കുന്നത്. എല്ലാ എലമെൻസും സെപ്പറേറ്റ് എടുത്ത് സം ചെയ്തിരിക്കുന്നു. സോ 4x പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അത് സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലം കൂടിയാണ്. സോ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങളൊരു ബോക്സിലൊക്കെ ഇട്ട് ഇങ്ങനെ മാർക്കൊക്കെ ചെയ്ത് പഠിക്കുക. ഇക്വേഷൻസും ആൻസേഴ്സും ഒക്കെ ഇതുപോലൊരു ബോക്സിലൊക്കെ ഇട്ട് വേണം പഠിക്കാൻ. എന്നാലേ എക്സാമിൻ്റെ തലേദിവസം റിവൈസ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ആ ഇക്വേഷൻസ് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ഒരു ബോക്സിലൊക്കെ ഇട്ട് വയ്ക്കുക. ഓക്കെ, ആ പാറ്റേണിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് താഴത്തേക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7. ഇവിടുത്തെ നമ്പേഴ്സ് ആരൊക്കെയാണ്? -2, 2, 4 ആൻഡ് 6. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 10 ആണ് കിട്ടുന്നത്. റൈറ്റ് സൈഡ് നോക്കുക. -1, 1, 3 ആൻഡ് 7. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? അപ്പോഴും 10 തന്നെയാണ് കിട്ടുന്നത് അല്ലേ? സോ എങ്ങനെ കൂട്ടിയാലും റൈറ്റ് സൈഡിലെ നമ്പേഴ്സ് കൂട്ടിയാലും ലെഫ്റ്റ് സൈഡിലെ നമ്പേഴ്സ് കൂട്ടിയാലും 10 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതണം? 4x പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതണം. ഓക്കെ, കാരണം ഓരോ സൈഡിലും 4 എക്സുകളല്ലേ ഉള്ളത്. സോ 4x പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 4x ഇസ് ഈക്വൽ ടു -10 എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു -10/4, അതായത് -5/2 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 4 എക്സ് മൈനസ് 2 എക്സ് പ്ലസ് 3 എക്സ് പ്ലസ് 7. നമ്പേഴ്സ് എല്ലാം സം ചെയ്ത് നോക്കുക. -1 പ്ലസ് -6 പ്ലസ് 6 പ്ലസ് 5 ചെയ്യുക. എന്ത് കിട്ടും? 4 ആണ് കിട്ടുക അല്ലേ? റൈറ്റ് സൈഡിലെ നമ്പേഴ്സ് ആയിരിക്കാം -4, -2, 3 ആൻഡ് 7. ഈ നമ്പേഴ്സ് കൂട്ടുമ്പോഴും നമുക്ക് 4 തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ രണ്ട് സൈഡിലെ നമ്പേഴ്സ് ആഡ് ചെയ്താലും നമുക്ക് ആൻസർ 4 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതണം? 4x പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇതിൽ നിന്ന് 4x ഇസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു -4/4 ആണ്. ദാറ്റ് ഈസ് -1 എന്ന് ആൻസറിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും ഞാൻ സ്റ്റാർ നൊട്ടേഷൻ ഇട്ടാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ആൻ അനദർ മെത്തേഡ്. ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ? 3 ഫ്രാക്ഷൻസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലേ? 3 ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസിൻ്റെ ന്യൂമറേറ്റേഴ്സ് എല്ലാം നമ്പേഴ്സ് ആണ്. എക്സ് എന്ന് പറയുന്ന ടേം ഒന്നും ന്യൂമറേറ്റേഴ്സിൽ വന്നിട്ടില്ല. ഡിനോമിനേറ്ററിൽ എക്സുകൾ മാത്രമേ ഉള്ളൂ. എക്സിൻ്റെ കൂട്ടത്തിൽ നമ്പേഴ്സും ഇല്ല. സോ ഇതൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ന്യൂമറേറ്റേഴ്സിൻ്റെ സമ്മ് നോക്കുക. ആദ്യത്തെ ടേമിൻ്റെ ന്യൂമറേറ്റർ ആരാണ്? 3. രണ്ടാമത്തെ ടേമിൻ്റെ ന്യൂമറേറ്റർ ആരാണ്? 4. സോ ഈ 3നെയാണ് നമ്മൾ n1 എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ടേമിൻ്റെ ന്യൂമറേറ്റർ n1 എന്ന് പറയുന്നത് 3 ആണ്. n2 എന്ന് പറയുന്നത് 4 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് n3 ആണ് കിട്ടുന്നത്. അതായത് മൂന്നാമത്തെ ടേമിൻ്റെ ന്യൂമറേറ്റർ ആയ 7 ആണ് കിട്ടുക. n1 പ്ലസ് n2 ചെയ്യുമ്പോൾ n3 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്നത് ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 3 - 1 ചെയ്യുക. ഇൻറ്റു 3 ആണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അതാണ് ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് 3 - 1 ഇൻറ്റു 3. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൈനസ് സൈനും കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതുപോലെ വേറൊരു ടേം ചെയ്യുന്നത് 3 - 2 ഇൻറ്റു 4 ചെയ്യുക. അതാണ്
ഇവിടെ ചെയ്തിരിക്കുന്നത് 3 മൈനസ് 2 ഇൻറ്റു 4 അതിൻ്റെ ഫ്രണ്ടിലും ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. -6ഉം -4ഉം ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ നമ്മൾ അടുത്തതായിട്ട് പുതിയതായിട്ടൊരു ഫ്രാക്ഷൻ എഴുതുകയാണ്. അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പുതിയതായിട്ടൊരു ഫ്രാക്ഷൻ ഈ ക്വസ്റ്റനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. എങ്ങനെ ചെയ്യണം? -6 ഡിവൈഡഡ് ബൈ ഏത് ടേമാണ്? x+1 എന്ന് പറയുന്ന ടേം പ്ലസ് -4 ഡിവൈഡഡ് ബൈ x+2 എന്ന് പറയുന്ന ടേം. ഓക്കെ, അതാണ് ഈ എഴുതി വച്ചിരിക്കുന്ന ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് n1 + n2 = 3 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് രണ്ട് നമ്പേഴ്സാണ്. എങ്ങനെ കണ്ടുപിടിക്കണം? ഈ 3യുടെ കൂടെ ഈ പറയുന്ന 1നെ മൈനസ് ചെയ്യുക. 3യുടെ കൂടെ 1നെ മൈനസ് ചെയ്യുക, ഇൻറ്റു 3 ചെയ്യുക. ഫ്രണ്ടിലൊരു മൈനസ് സൈനും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ് -6. അതുപോലെ ഈ 3യുടെ കൂടെ ഈ പറയുന്ന 2 എന്ന് പറയുന്ന നമ്പർ മൈനസ് ചെയ്യണം, ഇൻറ്റു ഈ 4ഉം കൂടെ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന നമ്പറാണ് 4. ഫ്രണ്ടിലൊരു മൈനസ് സൈനും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ -4 എന്ന് കിട്ടും. ഓക്കെ, സോ ആദ്യത്തെ ടേം ഉപയോഗിച്ച്, അതായത് 3 1 3 ഉപയോഗിച്ച് ചെയ്ത് കണ്ടുപിടിച്ച ടേം -6 ആണ്. -6ന് ഡിനോമിനേറ്ററായിട്ട് നമ്മുടെ ഫസ്റ്റ് ഡിനോമിനേറ്റർ x+1 തന്നെ കൊടുക്കുക. രണ്ടാമത്തെ നമ്പർ ആരാണ്? -4 ആണ്. അതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് നമ്മുടെ സെക്കൻഡ് ഡിനോമിനേറ്റർ x+2 തന്നെ കൊടുക്കുക. ഈക്വൽ ടു 0 എന്ന് എഴുതണം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എക്സിൻ്റെ വാല്യൂ. സോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. m/x+a + n/x+b = 0 എന്നുള്ള ഫോം വരുമ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നൊരു ഫോമിലേക്ക് പറഞ്ഞിരുന്നു. എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -mb - na/m+n എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ഈ ടൈപ്പ് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. സോ ഈ ഫോമുല ഉപയോഗിച്ച് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. എമ്മിൻ്റെ സ്ഥാനത്താണ് -6, എന്നിൻ്റെ പകരമാണ് -4, a ആയിട്ട് 1, b ആയിട്ട് 2. ഓക്കെ, സോ ഈ പറയുന്ന വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ രണ്ട് മെത്തേഡ്സ് അറിഞ്ഞിരിക്കണം. ഒന്ന് ഈ പറയുന്ന -6ഉം -4ഉം കണ്ടുപിടിക്കേണ്ട രീതിയും, പിന്നെന്താണ് ഈ ഒരു പാറ്റേൺ സോൾവ് ചെയ്യാനുള്ള എക്സിൻ്റെ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടെ അറിഞ്ഞിരുന്നാലേ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഈ പാറ്റേണിലുള്ള ഇക്വേഷൻ്റെ സൊല്യൂഷനാണത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും 6 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതേ പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് ഇത് അടുത്തായിട്ട് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. 3/x - 2 + 5/x - 6 = 8/x + 3. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റേഴ്സിനെ പറ്റി ചിന്തിക്കേ വേണ്ട, ന്യൂമറേറ്റേഴ്സ് മാത്രം നോക്കിയാൽ മതി. 3 + 5 ചെയ്യുമ്പോൾ 8 കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ മുന്നേ പറഞ്ഞ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ഏതാ ചെയ്യേണ്ടത്? ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 റൈറ്റ് സൈഡിലെ 3 മൈനസ് ഇവിടുത്തെ 2, ഇവിടുത്തെ ആരാ? -2 അല്ലേ? 3 - -2 ഇൻറ്റു 3 ചെയ്യുക. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 3 - -2 ഇൻറ്റു 3 ചെയ്തിരിക്കുന്നു. ഫ്രണ്ടിലൊരു മൈനസ് സൈനും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി അടുത്ത ടേം എന്താണ് ചെയ്യുന്നത്? 3 - -6 ഇൻറ്റു 5 ചെയ്യുക. അതാണ് അടുത്തതായിട്ട് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 - -6 ഇൻറ്റു 5. അതിൻ്റെയും ഫ്രണ്ടിലൊരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് ആൻസേഴ്സ് കിട്ടും, -15 ആൻഡ് -45. സോ ഈ -15ഉം -45ൻ്റെയും ഡിനോമിനേറ്റേഴ്സായിട്ട് ഏത് നമ്പേഴ്സിനെ കൊടുക്കുക? ഈ x - 2നെ x - 6നെയും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. -15/x - 2 + -45/x - 6 = 0. ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം? തൊട്ട് മുന്നേ കണ്ടില്ലേ ഒരു ഫോമുല, x = -mb - na / m+n. ആ ഒരു ഫോമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് 3. ഓക്കെ, സോ ഇവിടെ ഞാൻ അധികം സ്റ്റെപ്സ് എഴുതിയിട്ടില്ല, സിമിലർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5/x - 2 + 2/x - 3 = 3/x - 4. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സമ്മ് കറക്റ്റ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയേ. 5 + 2 ചെയ്താൽ 3 കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 - x ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ബാക്കി എല്ലാ ടേംസും
എക്സ് മൈനസ് ടു, അതായത് എക്സിൻ്റെ സൈൻ പോസിറ്റീവാണ്, എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷേ ഈ 2 എന്ന് പറയുന്ന ഈ സെക്കൻഡ് ടേമിൻ്റെ മാത്രം എക്സ് മൈനസ് 3 എന്ന് നിൽക്കുന്നതിന് പകരം 3 മൈനസ് എക്സ് എന്നാണ് നിൽക്കുന്നത്. അതായത് എക്സിൻ്റെ ഫ്രണ്ടിൽ ഒരു നെഗറ്റീവ് സൈൻ കയറി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായില്ല അല്ലേ. അപ്പോൾ ഈ രീതി, ഈ 3 മൈനസ് എക്സിനെ എക്സ് മൈനസ് 3 എന്ന് മാറ്റുമ്പോൾ ഒരു മൈനസ് സൈൻ എക്സ്ട്രാ കയറി വരും. സോ ഈ 3 മൈനസ് എക്സ് എന്ന് പറയുന്ന ടേമിനെ എക്സ് മൈനസ് 3 ആക്കുമ്പോൾ അഡീഷണൽ ആയിട്ടൊരു മൈനസ് സൈൻ കയറി വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ നമുക്ക് ഇക്വേഷനിൽ മൈനസ് സൈൻ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യനും ഫെമിലിയർ അല്ല. അതായത് അത്തരം ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ -2/x-3 എന്നുള്ള ടേമിനെ അങ്ങനെ തന്നെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് +2/x-3 എന്നായിക്കോളൂല്ലോ അല്ലേ. സോ ഇങ്ങനെ വന്ന ഇക്വേഷനിൽ ഇനി നോക്കുക. ഇനി ഇവിടെ നോക്കുമ്പോൾ 2 + 3 ചെയ്യുമ്പോൾ 5 കിട്ടുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ഈ 2ഉം 3ഉം ആണ് n1ഉം n2 ആയിട്ട് എടുക്കേണ്ടത്. 5നെ n3 ആയിട്ട് എടുത്താൽ 2 + 3 ചെയ്യുമ്പോൾ 5 കിട്ടുന്നുണ്ട്. സോ നേരത്തെ ചെയ്ത അതേ പരിപാടി നമുക്കിവിടെ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ അവിടെ ചെയ്ത എന്തായിരുന്നു? എക്സ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ടേം എടുക്കുക. അതായത് n3യുടെ ഡിനോമിനേറ്ററിലുള്ള ടേമാണ് എടുക്കേണ്ടത്. ഇവിടെ ആരാ അത്? -2 ആണ്. -2 -4 × 3 ചെയ്യുക. ഓക്കെ. അതായത് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? -2 -4 × 3 ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? -2 -3 × 2 ചെയ്യണം. ആ 2 ടേംസാണ് ഇതാ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന 2 ടേംസിൻ്റെയും ഫ്രണ്ടിൽ ഓരോ നെഗറ്റീവ് സൈൻസും കൂടെ കൊടുക്കണം. ഓക്കെ. ഓരോ ടേമിൻ്റെയും ആൻസേഴ്സായിട്ട് നമുക്ക് -2 and -6 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടുന്നത്. സോ അതാത് കോഎഫിഷ്യൻസ്, അതായത് -2 കിട്ടിയത് എപ്പോഴാണ്? -2 കിട്ടിയത് ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. 2/x-3 എന്നുള്ള ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് -2 കിട്ടിയത്. സോ -2 / x-3 എന്ന് കൊടുക്കുക. ഇനി അടുത്തത് -6 കിട്ടിയത് 3/x-4 എന്നുള്ള ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. സോ -6 / x-4 എന്ന് കൊടുക്കുക. =0 എന്നൊരു ഇക്വേഷൻ എഴുതുക. സോ ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ ഫോർമുല യൂസ് ചെയ്തിട്ട്, അതായത് m/x + a + n/x + b = 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് x = -mb - na/m + n എന്നുള്ള ഫോർമുല ഉണ്ട്. ആ ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ x = -13/4 എന്ന് കിട്ടും. ഓക്കെ. ഇനി അതുപോലെ തന്നെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 4/2x + 1 + 9/3x + 2 = 15/3x + 1. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് നോക്കിയാൽ തൊട്ട് മുന്നേ ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസിലൊക്കെ എല്ലാം എക്സ് എന്നാണ് നിൽക്കുന്നത്. 2x എന്നോ 3x എന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ 2x ഉണ്ട്, 3x ഉണ്ട്, 3x ഉണ്ട്. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് പലതും പല നമ്പേഴ്സായിട്ടാണ് നിൽക്കുക, ഒരേ നമ്പറല്ല. ഇതിപ്പോൾ എല്ലാം 2 ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം 3 ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഒരെണ്ണം 2ഉം ബാക്കി രണ്ടും 3ഉമാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? മേക്ക് ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് സെയിം. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ സെയിം ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 2x വന്നതിനെ എല്ലാത്തിനെയും ഞാൻ 6 ആക്കാൻ പോവാണ്. ഓക്കെ. ഈ 2xനെയും 3xനെയും 3xനെയൊക്കെ ഞാൻ 6x ആക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടേമിൽ മുകളിലും താഴെയും 3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 3 × 2 ചെയ്യുമ്പോൾ 6 ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ ടേം എന്താണ്? 3x എന്നാണ് നിന്നിരുന്നത്. ക്വസ്റ്റ്യനിൽ 3x ആയിരുന്നു. അതിനെ 6x ആക്കാൻ വേണ്ടി 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 വെച്ച് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. റൈറ്റ് സൈഡിലും 3x ആണ്. ഈ 3xനെ 6x ആക്കാൻ വേണ്ടിയിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ മുകളിലും താഴെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓരോ ടേമിനും ഏത് നമ്പറാണോ വേണ്ടത് അതാത് നമ്പർ വെച്ചിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക? 3 × 4 ചെയ്യുമ്പോൾ 12 കിട്ടും. ഡിനോമിനേറ്ററിൽ 3 × 2x ചെയ്യുമ്പോൾ 6x ആകും. 3 × 1 ചെയ്യുമ്പോൾ 3 വരും. ദെൻ 2 × 9 ചെയ്യുമ്പോൾ 18 ആണ്. 2 × 3x ചെയ്യുമ്പോൾ 6x. 2 × 2 ചെയ്യുമ്പോൾ 4. ദെൻ റൈറ്റ് സൈഡിൽ 2 × 15 ചെയ്യുമ്പോൾ 30 കിട്ടും. 2 × 3x 6x ആണ്. 2 × 1 ചെയ്യുമ്പോൾ 2 കിട്ടും. ഓക്കെ. ഇപ്പോൾ നോക്കിയേ, ഈ ഇക്വേഷൻ നമുക്കിപ്പോൾ പുതുതായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷനിൽ എല്ലാ എക്സുകളുടെയും കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. അതായത് എല്ലാ എക്സുകളും 6x എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് അല്ലേ. എല്ലാ എക്സിൻ്റെയും കോഎഫിഷ്യൻസ് 6 ആണ്. ഇനി നമ്മൾ നോക്കുക, n1 + n2 = n3 ആണോ എന്ന് നോക്കുക. എന്താണ് നമ്മുടെ n1 ഉം n2 ഉം? n1 എന്ന് പറയുന്നത് 12, n2 എന്ന് പറയുന്നത് 18, n3 എന്ന് പറയുന്നത് 30.
സോ 12 + 18 ചെയ്യുമ്പോൾ 30 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. എന്താണ് മെത്തേഡ്? 2 - 3 × 12 ചെയ്യുക. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അടുത്ത എന്താ ചെയ്യേണ്ടത്? 2 - 4 × 18 ചെയ്യുക. അതിൻ്റെ ഫ്രണ്ടിലും ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. അതാണ് ഇത് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് 12 and 36 എന്നാണ് കിട്ടുന്നത്. 12ഉം 36ഉം ഉപയോഗിച്ച് പുതിയൊരു ഫ്രാക്ഷൻ ഉണ്ടാക്കുക. =0 എന്ന് നമ്മൾ എഴുതാണ്. ഓക്കെ, അങ്ങനെ കിട്ടിയ ഇക്വേഷനാണ് ഇതായി തന്നിരിക്കുന്നത്. സോ ഇത് m/x + a + n/x + b = 0 ഫോമിലാണ്. സോ എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ് കണ്ടുപിടിക്കുന്നു. ഇവിടെ m ആയിട്ട് വരുന്ന ആരാണ്? m ആയിട്ട് വരുന്നത് 12, n ആയിട്ട് വരുന്നത് 36, അതുപോലെ a ആയിട്ട് വരുന്നത് 3, b ആയിട്ട് വരുന്നത് 4 ആണ്. ഓക്കെ, ഇതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കളയാം. 6 കോമൺ ആയിട്ട് ഔട്ട് എടുത്ത് ഡിവൈഡ് ചെയ്ത് കളഞ്ഞിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. എനിവേ, അടുത്ത ടേം നോക്കുക. അടുത്ത ടേം ഞാനിതുപോലെ ഒരു സ്റ്റാർ നൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. സ്റ്റാർ നൊട്ടേഷൻ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പുതിയ മെത്തേഡാണ്. സോ ഇത് വേറൊരു മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ എന്താ പ്രത്യേകത? ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിൽ 3 ടേംസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ടേം. ഇത്രയും നേരം നമ്മൾ 2 ടേമും ഒരു ടേം, അത് ടോട്ടലി 3 ഫ്രാക്ഷൻസ് വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. ഇവിടെ 3 ടേംസ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയേ, 1/x + 2 + 3/x + 3 + 5/x + 5 = 9/x + 4 എന്നാണ് വരിക. ഇവിടെ നമ്മൾ ന്യൂമറേറ്റേഴ്സിൻ്റെ സം നോക്കുക. ന്യൂമറേറ്റേഴ്സ് ആരൊക്കെയാണ്? 1, 3 and 5. ഇത് മൂന്നും കൂടെ സം ചെയ്യുമ്പോൾ 9 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടല്ലോ. സോ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതായത് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. 4 - 2 × 1 ചെയ്യുക. അതിനൊരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. അതാണ് ഇതാ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത എന്താണ്? 4 - 3 × 3 ചെയ്യുക. അതിനും ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വൺ എന്താണ്? 4 - 5 × 5 ചെയ്യുക. അതാണ് ലാസ്റ്റ് വൺ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് 3 നമ്പേഴ്സ് കിട്ടും. ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? -2, -3 and 5. ഈ നമ്പേഴ്സ് ഉപയോഗിച്ച് അതായത് ഫ്രാക്ഷൻസ് ഉണ്ടാക്കുക. -2 നമുക്ക് കിട്ടിയത്, ഈ -2 എന്നുള്ള നമ്പർ കിട്ടിയത് എപ്പോഴാണ്? x + 2 എന്ന് പറയുന്ന ഫ്രാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. സോ -2 / x + 2. ദെൻ -3 എന്നുള്ള നമ്പർ കിട്ടിയത് എപ്പോഴാണ്? x + 3 എന്നുള്ള ഫ്രാക്ഷൻ ഉപയോഗിച്ചാണ്. സോ -3 / x + 3 പ്ലസ് അടുത്തത് 5 എന്നുള്ള നമ്പർ എപ്പോഴാണ് കിട്ടിയത്? x + 5 എന്നുള്ള ഫ്രാക്ഷൻ ഉപയോഗിച്ചപ്പോഴാണ്. സോ 5/x + 5 = 0 എന്ന് കൊടുക്കുക. നേരത്തെ ചെയ്ത അതേ പാറ്റേൺ ആണ്. ഇവിടെ ഒരു ടേം എക്സ്ട്രാ കയറി വരുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഇക്വേഷനിൽ നമുക്ക് നേരിട്ട് എമ്മും എന്നും എയും ബിയും ഉള്ള ആ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? ഇവിടെ 2 ടേം നെഗറ്റീവ് സൈനും ഒരെണ്ണം പോസിറ്റീവ് സൈനിലാണ് തന്നിരിക്കുന്നത്. സോ നെഗറ്റീവ് സൈനുള്ള ടേംസ് എല്ലാം കൂടെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്. സോ ഈ ഇക്വേഷനിൽ വീണ്ടും ഈ റൂള് അപ്ലൈ ചെയ്യണം. അതായത് 2 + 3 = 5 ആണോ എന്ന് നോക്കുക. ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഈ റൂള് അപ്ലൈ ചെയ്യണം. 2 + 3, അതായത് n1 + n2 ചെയ്തപ്പം n3 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 5 - 2 × 2 ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് ഇവിടെ ചെയ്ത് -6 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അടുത്ത എന്താണ്? 5 - 3 × 3 ചെയ്യുക. അതാണ് നമ്മളിതാ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു മൈനസ് സൈനും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ -6 എന്ന് കിട്ടും. ഈ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. =0 എന്നിട്ട് കൊടുക്കുക. അതായത് വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം എന്ന് സാരം. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? m/x + a + n/x + b = 0 ഫോമിലുള്ള ഒരു ഇക്വേഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ അതിനെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാനായിട്ട് -mb - na / m + n എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് ഇതാ ഇവിടെ ഇക്വേഷൻ്റെ ആൻസർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് -2.5. ഓക്കെ, കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ കണ്ട് പഠിക്കാൻ നോക്കാതെ നിങ്ങൾ
ഒരു റഫ് ബുക്കിലേക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്കോ ഈ പ്രോബ്ലം എഴുതി തനിയെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ഫ്ലോ കിട്ടില്ല. സിമിലർ പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് താഴെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, 3/3x+1. ഓക്കെ, നോക്കുക, 3/3x+1 + 4/4x+1 + 48/8x+1 = 48/6x+1 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഫ്രാക്ഷൻസിൻ്റെയൊക്കെ സം ഈക്വൽ ആണോ എന്നാണ് നോക്കേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ എക്സിൻ്റെയൊക്കെ കോയഫിഷ്യൻ്റ് എന്തായിരുന്നു? 1 ആയിരുന്നു അല്ലേ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫ്രാക്ഷൻ നോക്കാതെ വെറുതെ ന്യൂമറേറ്റേഴ്സ് 1ഉം 3ഉം 5ഉം കൂടെ കൂട്ടിയപ്പോൾ 9 കിട്ടുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. എക്സിൻ്റെയൊക്കെ കോയഫിഷ്യൻ്റ് 1 ആയതുകൊണ്ടാണ്. ഇവിടെ നോക്കുക, ഇവിടെ താഴത്തെ എക്സിൻ്റെയൊക്കെ കോയഫിഷ്യൻ്റ് 1 അല്ല, ഒരെണ്ണം 3, ഒരെണ്ണം 4, ഒരെണ്ണം 8, ഒരെണ്ണം 6 ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് നമ്പേഴ്സ്, അതായത് ന്യൂമറേറ്റർ എന്താ വരിക? ന്യൂമറേറ്റർ 3 ആണ്, താഴെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 3 ആണ്. സോ 3/3 എന്ന് എഴുതുക. പ്ലസ് അടുത്ത ടേമിൽ ന്യൂമറേറ്റർ 4 ആണ്, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 4 ആണ്, പ്ലസ് 4/4. അടുത്ത ടേമിൽ ന്യൂമറേറ്റർ 48 ആണ്, ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ ടേം 8 ആണ്. സോ 48/8 = റൈറ്റ് സൈഡിലെ ടേംസ് എന്താ വരിക? = എന്ത് കിട്ടും നോക്കുക. = ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3/3 ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക, 4/4 ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക, 48/8 ചെയ്യുമ്പോൾ 6 ആണ് കിട്ടുക. സോ സം ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടുമല്ലോ. ഇനി റൈറ്റ് സൈഡിലെ ടേംസ് 48/6, അത് ചെയ്യുമ്പോഴും 8 എന്ന് തന്നെ കിട്ടുന്നത്. മനസ്സിലായോ? =ൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ടേംസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ, റേഷ്യോസിൻ്റെ സം എടുക്കുമ്പോൾ ഒരേ നമ്പറാണോ കിട്ടുന്നതെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. രണ്ടും 8 ആണ് കിട്ടിയത്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോയഫിഷ്യൻസിൻ്റെ എക്സിൻ്റെ കോയഫിഷ്യൻസ് സെയിം ആക്കണം. കണ്ടോ, ഓരോ ടേമിലും ഇവിടെ നോക്കിയാൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 3 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ 6 ആണ്. സോ എല്ലാ എക്സുകളുടെയും കോയഫിഷ്യൻ്റ് ഒരേ നമ്പർ ആണെങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ നമ്പേഴ്സും ഞാനിവിടെ 24 ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സോ 24 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 8 വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ടേമിനെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തത് 3/3x+1 അല്ലേ, അതിനെ 24, ആ 3x എന്നുള്ളത് 24 ആക്കാൻ വേണ്ടിയിട്ട് 8 വെച്ച് മൾട്ടിപ്ലൈ, 8 × 3 ചെയ്യുമ്പോൾ 24 ആയി പോയിക്കോളും. രണ്ടാമത്തെ ടേം എന്താണ്? 4/4x+1 ആണ്, അതിനെ 24 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 24 ആയിക്കോളും. ദെൻ അടുത്ത നമ്പർ 48/8x+1 ആണ്. സോ 8xനെ 24 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 24 ആയി പോയിക്കോളും. റൈറ്റ് സൈഡിൽ 6x എന്നാണ് നിൽക്കുന്നത്. 6xനെ 24x ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫ്രാക്ഷനാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോ നമ്പേഴ്സിനെയും എല്ലാ ഫ്രാക്ഷൻസിലെയും എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 24 ആക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ടേമിൽ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തെ ടേമിൽ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൂന്നാമത്തെ ടേമിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ലാസ്റ്റ് ടേമിൽ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ എല്ലായിടത്തും, അതായത് എല്ലാ ടേമിൽ നിന്നും 24 എന്ന് പറയുന്ന നമ്പർ കോമൺ ആണ്. ഇവിടെ ഒരു 24 ഉണ്ട്, ഇവിടെ ഒരു 24 ഉണ്ട്. 144 എന്ന് പറയുന്നത് 24 × 6 ആണ്. 192 എന്ന് പറയുന്നത് 24 × 8 ആണ്. അതായത് എല്ലാ നമ്പേഴ്സിൻ്റെ അകത്തും ഒരു 24 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. സോ 24 എന്നുള്ള ടേം എല്ലാ നമ്പേഴ്സിലും ഉള്ളത് കൊണ്ട് നമുക്കതിനെ വെട്ടിക്കളയാം. ഓക്കെ, അതായത് ശരിക്കും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. എനിവേ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, എല്ലാ നമ്പേഴ്സിൻ്റെ അകത്തും 24 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാത്തിൽ നിന്നും ഒരു 24 കട്ട് ചെയ്ത് കളയാം. ഇനി കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ നമ്പേഴ്സിനെ എങ്ങനെയാണ് നിർത്തി നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ, നോ ഇഷ്യൂസ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വലിയ വലിയ നമ്പേഴ്സ് വരുന്നു എന്നുള്ളൊരു പ്രശ്നമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, സമ്മ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റേഴ്സിൻ്റെ സം 1 + 1 + 6 ചെയ്യുമ്പോൾ 8 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടല്ലോ. ഇതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 24 കട്ട് ചെയ്തത് കേട്ടോ. കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഇവിടെ വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. 24 + 24 + 144 ചെയ്യുമ്പോൾ 192 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കിട്ടുന്നുണ്ടല്ലോ. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
4 മൈനസ് 8 ഇൻറ്റു 1 ചെയ്യുക. ഓക്കെ, 4 മൈനസ് 8 ഇൻറ്റു 1 ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ. 4 മൈനസ് 8 ഇൻറ്റു 1. അതിൻ്റെ കൂട്ടത്തിലൊരു മൈനസ് സൈനും കൂടെ ഇട്ട് കൊടുക്കണം. അടുത്തത് എന്താ ചെയ്യേണ്ടത്? 4 മൈനസ് 6 ഇൻറ്റു 1 ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിലും ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്തേക്കണം. സോ 4 മൈനസ് 6 ഇൻറ്റു 1 ചെയ്യുന്നു. അടുത്തത് എന്താ ചെയ്യുന്നത്? 4 മൈനസ് 3 ഇൻറ്റു 6 ചെയ്യുക. അതാണ് 4 മൈനസ് 3 ഇൻറ്റു 6 ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിലും ഒരു മൈനസ് സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കണം. സോ ഇങ്ങനെ 3 നമ്പേഴ്സാണ് കിട്ടുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് തൊട്ട് മുന്നത്തെ 24 കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 4 ഇൻറ്റു 8 ഇൻറ്റു 24 ആണ് അവിടെ ചെയ്യേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 6 ഇൻറ്റു 24 ആണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 3 ഇൻറ്റു 144 ആണ് ചെയ്യേണ്ടത്. സോ ആദ്യത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സാണ് ഏതൊക്കെ? 4, 2 ആൻഡ് -6. ഇതുപയോഗിച്ച് പുതിയൊരു ഫ്രാക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. 4 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടിയത് എപ്പോഴാണ്? 24x + 8 ഉപയോഗിച്ചപ്പോഴാണ്. സോ 4 ഡിവൈഡ് ബൈ 24x + 8 എന്ന് എഴുതി. 2 എന്ന് പറയുന്ന നമ്പർ എപ്പോഴാണ് കിട്ടിയത്? 24x + 6 ഉപയോഗിച്ചപ്പോഴാണ്. സോ 2 ബൈ 24x + 6 എന്ന് എഴുതുന്നു. -6 എന്നുള്ള നമ്പർ എപ്പോഴാണ് കിട്ടിയത്? 24x + 3 എന്നുള്ള ഫ്രാക്ഷൻ ഉപയോഗിച്ചപ്പോഴാണ്. സോ -6 ഡിവൈഡ് ബൈ 24x + 3 എന്ന് നമ്മൾ എഴുതുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. ഇതിൽ നെഗറ്റീവ് സൈൻ വരുന്ന ടേമിനെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് പുതിയൊരു ഇക്വേഷൻ ഇങ്ങനെ ക്രിയേറ്റ് ആവും. സോ 3 ടേം ഉള്ളതാണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? സമ്മ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. നോക്കിയേ, 4 + 2 ചെയ്യുമ്പോൾ 6 കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഇനി ഇവിടെ എന്താണ്? എക്സിൻ്റെ കോയഫിഷ്യൻസ് സെയിം ആക്കണം. ഇവിടെ നോക്കുക, എക്സിൻ്റെ കോയഫിഷ്യൻസ് എല്ലായിടത്തും 24 തന്നെയാണ്. സെയിം ആക്കേണ്ട ആവശ്യം വരുന്നില്ല, ഓൾറെഡി സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മളിനി എന്ത് ചെയ്താൽ മതി? അടുത്ത സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. എന്താണ് സ്റ്റെപ്പ്? 3 - 8 ഇൻറ്റു 4 ചെയ്യണം. അതുപോലെ 3 - 6 ഇൻറ്റു 2 ചെയ്യണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ആ പ്രൊസീജിയേഴ്സ് ഇവിടെ ചെയ്ത് നമ്മൾ 20 ആൻഡ് 6 എന്ന് പറയുന്ന നമ്പേഴ്സ് ഉണ്ടാക്കിയെടുത്തു. ഈ 20യും 6ഉം ഉപയോഗിച്ച് പുതിയൊരു ഫ്രാക്ഷനും ക്രിയേറ്റ് ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. സോ ഇത് m/x + a + n/x + b ഇസ് ഈക്വൽ ടു 0 ഫോമിലാണ് ഇരിക്കുന്നത്. സോ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് കിട്ടും? -7/26 കിട്ടും. നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊന്നും ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ അതുപോലെ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 2/2x + 1. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തന്നിട്ടുണ്ട്. സോ ഇതേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 2/2x + 1 + 18 ഡിവൈഡ് ബൈ 3x + 1 + 75/5x + 1 ഇസ് ഈക്വൽ ടു 88/4x + 1. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? 2/xൻ്റെ കോഎഫിഷ്യന്റ് 2/2 + 18/3 + 75/5 ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കുക. 2/2 + 18/3 + 75/5 ഇതൊക്കെ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് 1 + 6 + 15 ഇസ് ഈക്വൽ ടു 22 എന്നാണ് കിട്ടുക. ഇനി റൈറ്റ് സൈഡിലെ ടേംസ് നോക്കുക. 88 ആൻഡ് എന്താണ്? 88ഉം 4ഉമാണ് നിൽക്കുന്നത്. സോ 88 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോഴും നമുക്ക് 22 തന്നെയാണ് കിട്ടുക. രണ്ട് സൈഡിലും 22 തന്നെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് ഈ പറയുന്ന റൂള് ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? എക്സിൻ്റെ കോയഫിഷ്യൻസ് സെയിം ആക്കുക. ഇവിടെ നോക്കുക, ഒരെണ്ണം 2x ആണ്, ഒരെണ്ണം 3x ആണ്, ഒരെണ്ണം 5x ആണ്, മറ്റൊരെണ്ണം 4x ആണ്. സോ എക്സിൻ്റെ കോയഫിഷ്യൻസ് സെയിം ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. സോ എല്ലാ എക്സിൻ്റെ കോയഫിഷ്യൻസ് സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെല്ലാം 60 ആക്കലേ പറ്റുള്ളൂ. ഈ 60 എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 2, 3, 5, 4ൻ്റെ LCM ആണ് കേട്ടോ. അതായത് 2നെയും 3നെയും 5നെയും 4നെയൊക്കെ ഏതെങ്കിലുമൊക്കെ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഒരേ നമ്പർ കിട്ടണം. അങ്ങനെ ആക്കാൻ പറ്റിയത് 60 മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ 60 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? 2x + 1, അതായത് ഈ 2x + 1ലെ 2xനെ 60x ആക്കാൻ വേണ്ടി നമ്മൾ 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ ടേം 3x + 1 ആണ്. അതിനെ 3x എന്നുള്ളത് 60x ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 20 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ മൂന്നാമത്തത് 5x ആണ്. 5xനെ 60x ആക്കാൻ വേണ്ടി 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം.
അതുപോലെ 4x-നെ 60x ആക്കാൻ വേണ്ടിയിട്ട് 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ അതായത് നമ്പേഴ്സ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് 60x പ്ലസ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ അതാണ്. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ അതാണ്. ഓരോ ടേമിനെയും 60x ആക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനി എല്ലാ ടേമിലും ഒരു 60 കോമൺ ഉണ്ട്. 60 കോമൺ ഔട്ട് എടുത്തിട്ട് റെഡ്യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഇക്വേഷനാണ് താഴെ തന്നിരിക്കുന്നത്. റെഡ്യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് വെച്ച് തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇനി നമ്മുടെ ആവശ്യം എന്താണ്? റൈറ്റ് സൈഡിലെ ടേം അതായത് 15 മൈനസ് 30 ഇൻറ്റു 1 ചെയ്യുക. ഫ്രണ്ടിലൊരു മൈനസ് സൈനും കൂടി ഇട്ട് കൊടുക്കുക. ആൻസർ എന്ത് കിട്ടുമെന്ന് നോക്കുന്നു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 15 എന്ന് കിട്ടും. അടുത്ത എന്താണ്? 15 മൈനസ് 20 ഇൻറ്റു 6 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കുക. അങ്ങനെ കിട്ടുന്നതിന് ഒരു മൈനസ് സൈനും കൂടി ഇട്ട് കൊടുക്കുമ്പം 30 എന്നാണ് ആൻസർ കിട്ടുന്നത്. അടുത്ത ടേം എന്താണ്? 15 മൈനസ് 12 ഇൻറ്റു 15 ചെയ്യുക. ഫ്രണ്ടിലൊരു മൈനസ് സാധനം കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കിട്ടുന്നത് -45 ആണ്. ഇങ്ങനെ 3 നമ്പേഴ്സ് കിട്ടി. ആ 3 നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫ്രാക്ഷൻസ് എഴുതുന്നു. എങ്ങനെയാണ് ഫ്രാക്ഷൻസ് എഴുതുക? 15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഇതാണ് 60x പ്ലസ് 30 ആണ്. സോ 15 ഡിവൈഡ് ബൈ 60x പ്ലസ് 30. ഇനി 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാണ്? 60x പ്ലസ് 20 ആണ്. സോ 30 ഡിവൈഡ് ബൈ 60x പ്ലസ് 20. അതുപോലെ -45ന് കറസ്പോണ്ടിങ് ആയിട്ട് 60x പ്ലസ് 12 ആണ്. അങ്ങനെ ഒരു ഫ്രാക്ഷനും കൂടെ എഴുതി =0 എന്ന് എഴുതി. ഓക്കെ, =0 എഴുതിയതിന് ശേഷം നമ്മൾ എന്താണ്? നെഗറ്റീവ് സൈനുള്ള ടേം ആരാണ്? -45 ബൈ 60x പ്ലസ് 12 ആണ്. അതിനെ =ൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ സെയിം അല്ലേ എന്ന് നോക്കുക. 15, 6 എല്ലാം 60x അല്ലേ? സോ കോഎഫിഷ്യൻസ് എല്ലാം സെയിം ആണ്. പിന്നെ നോക്കേണ്ടത് n1 പ്ലസ് n2 n3 ആവുന്നുണ്ടോ? അതായത് 15 പ്ലസ് 30 ചെയ്താൽ 45 ആകുന്നുണ്ടോ എന്ന് നോക്കണം. കറക്റ്റ് അല്ലേ? 45 ആണ്. ഇനി 15, 30, 45നെ ഇങ്ങനെ വെച്ച് തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു 15നെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് വെട്ടിക്കളയാണ്. ഇവിടെ ഒരു 15 ഉണ്ട്, 30യുടെ അകത്തൊരു 15 ഉണ്ട്, 45ൻ്റെ അകത്തും ഒരു 15 ഉണ്ട്. ആ 15 എല്ലാം കൂടെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്പറാണ് കിട്ടുന്നത്. 1, 2, 3 എന്നാണ് നമ്പേഴ്സ് കിട്ടുക. നമുക്ക് നമ്പേഴ്സ് ചെറുതാക്കാൻ വേണ്ടി ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇവിടെയും നോക്കുക, 1 + 2 ചെയ്യുമ്പോൾ 3 തന്നെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാം. എങ്ങനെ ചെയ്യണം? 12 മൈനസ് 30 ഇൻറ്റു 1, അതുപോലെ 12 മൈനസ് 20 ഇൻറ്റു 2. ഇതാണ് നമ്മുടെ മെത്തേഡ്. അതനുസരിച്ച് നമ്മൾ ഓരോ വാല്യൂസും കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 18 and 16 എന്നുള്ള വാല്യൂസ് കിട്ടുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ എഴുതുക. =0 എന്നിട്ട് കൊടുക്കുക. സോ ഇത് m/x + a + n/x + b = 0 എന്നുള്ള ഇക്വേഷനാണ് അല്ലേ? സോ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചെയ്യുക. അതിനകത്ത് ഈ പറയുന്ന എമ്മും എന്നും എയും ബിയും, എമ്മും എന്നുമായിട്ട് ആരാ വരിക? 18 and 16. എയും ബിയും ആയിട്ട് 30 and 20 ആണ് വരിക. ഈ നമ്പേഴ്സൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എന്തെന്ന് കിട്ടും? ഓക്കെ, x = -7/17 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? ഇത്രേ ഉള്ളൂ കുറേ മെത്തേഡ്സ് പഠിക്കാനുള്ളത്. ദെൻ സൈമൾട്ടേനിയസ് സിമ്പിൾ ഇക്വേഷൻ, ഇത് നമ്മുടെ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് essay 10 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നോക്കുക, നമുക്ക് ഇത്രയും നേരം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻ ടേംസ് ഓഫ് എക്സിൽ മാത്രമായിരുന്നു അല്ലേ? എക്സും വൈയിലും ഇക്വേഷൻ തരാണ്. ഇത് 2 വേരിയബിളിൻ്റെ ഇക്വേഷൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, സോൾവ് 2x + 3y = 8 and 4x + 5y = 14 എന്നാണ് തന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളത് ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഒരുപോലെ ആക്കിയിട്ട് ഈ പറഞ്ഞ 2 ഇക്വേഷൻസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. അതൊരു 5-6 സ്റ്റെപ്പ് വരും. ഇവിടെ പക്ഷേ സിംഗിൾ സ്റ്റെപ്പിൽ ഈ പറയുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോൾവ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ഇക്വേഷൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിനകത്ത് എക്സ് വൈ എന്ന് പറഞ്ഞ് 2 ആൾക്കാരെ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ നമ്പർ 2 ഇക്വേഷനാണോ തന്നിരിക്കുന്നതെന്ന് നോക്കണം. ഇക്വേഷനിൽ എക്സും വൈയും ആണോ ഉള്ളതെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കുക. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് 3 × 14 - 5 × 8.
കണ്ടോ ഏതൊക്കെ നമ്പേഴ്സ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കുക. 3 × 14 അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 3 × 14 - 5 × 8 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 3 × 4 - 5 × 2 ഇതാണ് ചെയ്യുന്നത്. അതാണ് ഇതാ ഡിനോമിനേറ്റർ ടേമിൽ 3 × 4 - 5 × 2 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ ആൻസർ കിട്ടുന്നത്. ഇനി y ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ എന്ത് ചെയ്യണം? y is equal to 8 × 4 എന്നാണ് ചെയ്തിരിക്കുന്നത്. അതായത് 8 × 4 4 × 8 എന്ന് നോക്കിയാലും മതി. 8 × 4 - 2 × 14. മനസ്സിലായോ? y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ കോയഫിഷ്യൻസിനെ, ഈ 2ഉം 4ഉം എക്സിൻ്റെ കോയഫിഷ്യൻസ് അല്ലേ, എക്സിൻ്റെ കോയഫിഷ്യൻസിനെ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിടക്കുന്ന നമ്പറിൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നു, പരസ്പരം സബ്ട്രാക്ട് ചെയ്യുന്നു. വൈയുടെ ആൾക്കാരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ എക്സിൻ്റെത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? വൈയുടെ ആൾക്കാരായ 3ഉം 5നെയും റൈറ്റ് സൈഡിലുള്ള 8ഉം 14ഉം ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. സോ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി വൈയുടെ കോയഫിഷ്യൻസും റൈറ്റ് സൈഡിലെ നമ്പേഴ്സ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം ആണ്. നോക്കിയേ, 3 × 4 ഡിവൈഡഡ് ബൈ 3 × 4 - 5 × 2 എന്നുള്ളതാണ് രണ്ടിടത്തും കിട്ടുന്നത്. പക്ഷേ ന്യൂമറേറ്ററിൽ വ്യത്യാസമുണ്ട്. ഒരെണ്ണം എന്തായിരുന്നു? 3 × -14 - 3 × 14 - 5 × 8 ആയിരുന്നു. y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ 8 × 4 - 2 × 14 എന്നായിരുന്നു. പക്ഷേ ഡിനോമിനേറ്റർ രണ്ടിടത്തും സെയിം ആണ്. നോക്കിയേ, രണ്ടിടത്തും ഡിനോമിനേറ്റർ 2 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഡിനോമിനേറ്റർ വ്യത്യാസമൊന്നും വരുന്നില്ല. സോ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. അതുപോലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ സോൾവ് x - y = 7 ആൻഡ് 5x + 2y = 42. സോ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? വൈയുടെ കോയഫിഷ്യൻസിനെ എടുക്കുക. വൈയുടെ കോയഫിഷ്യൻസ് ആരൊക്കെയാണ്? -1ഉം 2ഉം. സോ -1 × 42 - 2 × 7 ചെയ്യുക. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 5 × 7 - 2 × ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ടേം എന്ന് പറയുന്നത് ഈ എക്സിൻ്റെയും വൈയുടെയും കോയഫിഷ്യൻസ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 5 × -1 ഡിവൈഡഡ് -2 × 1 എന്നാണ് വരിക. അതാണ് ഡിനോമിനേറ്റർ ടേം ആയിട്ട് നിൽക്കുന്നത്. ഇനി y കണ്ടുപിടിക്കാനാണെങ്കിലോ, y കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 5 × 7 - 1 × 42 ഡിവൈഡഡ് ബൈ എക്സിൻ്റെയും വൈയുടെയും കോയഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 × -1 - 2 × 1 ഇതാണ് ചെയ്യുന്നത്. സോ രണ്ട് ടേമിലും ഡിനോമിനേറ്റർ ടേം സെയിം ആയിരിക്കും. 5 × -1 - 2 × 1 എന്നുള്ള ടേം ആയിരിക്കും രണ്ട് സൈഡിലും. ഡിനോമിനേറ്റർ എക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലും വൈ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലും ഡിനോമിനേറ്റർ ടേം സെയിം ആയിരിക്കും. സോ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ax + by = m ആൻഡ് cx + dy = n എന്നാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ bn - dm ഡിവൈഡ് ബൈ bc - ad. y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലും ഡിനോമിനേറ്റർ bc - ad തന്നെയാണ്, ന്യൂമറേറ്റർ ആണ് mc - na എന്ന് വരിക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സിൻ്റെയും വൈയുടെയും ഡിനോമിനേറ്റർ bc - ad എന്നാണ് നിൽക്കുന്നത്. bc - ad എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? b × c - a × d ഇവരുടെ പ്രൊഡക്റ്റ് എടുത്ത് സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. bc - ad എന്ന് തന്നെ ചെയ്യണം. ad - bc എന്ന് എഴുതരുത് കേട്ടോ. ഏത് നമ്പേഴ്സാണ് ആദ്യമേ എഴുതേണ്ടതെന്നുള്ളത് ഓർമ്മയിൽ ഉണ്ടാവണം. b × c തന്നെ വേണം ആദ്യം ചെയ്യാനായിട്ട്. തിരിച്ചെഴുതി വെച്ചാൽ ആൻസർ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ന്യൂമറേറ്റേഴ്സ് മാത്രമാണ് മാറുന്നുള്ളൂ. അത് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഏതെങ്കിലും സെക്ഷൻസ് ഡൗട്ട് ഉള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലംസ് മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.